الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട വിശ്വാസിനികളെ, റഹ്മാനായ റബ്ബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും പാലിച്ചുകൊണ്ട് റബ്ബിനെ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീഖ് നൽകുന്ന അടിമകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് സംരക്ഷണവും താങ്ങും തണലുമാകാൻ ഒരാളുണ്ട് എങ്കിൽ നമുക്കത് എത്ര ആശ്വാസമായിരിക്കും. നാം രോഗിയാകുമ്പോൾ, നാം ഏതെങ്കിലും പ്രയാസത്തിൽ അകപ്പെടുമ്പോൾ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുമ്പോൾ, ഒറ്റയ്ക്കാകുമ്പോഴൊക്കെ താങ്ങാവാനും തണലാകാനും ഒരാളുണ്ടെങ്കിൽ അത് എത്ര വലിയ ആശ്വാസമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹദീദിലൂടെ ഒരു വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ വചനം ഇങ്ങനെയാണ്: വഹുവ മഅക്കും ഐനമാ കുൻതും. വഹുവ മഅക്കും, ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. ഐനമാ കുൻതും, നിങ്ങൾ എവിടെയായിരുന്നാലും, ഏത് സാഹചര്യത്തിലാണെങ്കിലും, ഏത് ഹോസ്പിറ്റലിലാകട്ടെ, ഏത് യാത്രയിലാകട്ടെ, ഏത് ബുദ്ധിമുട്ടിലാകട്ടെ, വഹുവ മഅക്കും ഐനമാ കുൻതും, നിങ്ങൾ എവിടെയായിരുന്നാലും ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ച പ്രയോഗമെന്താ? വല്ലാഹു ബിമാ തഅമലൂന ബസീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ എല്ലാവിധ പ്രവൃത്തികളെയും അറിയുന്നുണ്ട്. ഇപ്പം റഹ്മാനായ റബ്ബിന് നമ്മുടെ കൂടെ കിടക്കുന്ന ഇണയേക്കാൾ നമ്മെ അറിയാം, നമ്മുടെ മാതാപിതാക്കളെക്കാൾ നമ്മെ അറിയാം, നമ്മുടെ ബന്ധുമിത്രാദികളെക്കാൾ റഹ്മാനായ റബ്ബിന് പ്രിയപ്പെട്ടവരെ നമ്മെ അറിയാം. ആ അല്ലാഹ് പറയാ വഹുവ മഅക്കും, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്, നിങ്ങൾ എവിടെയായിരുന്നാലും. പ്രിയപ്പെട്ടവരെ, അതല്ലേ ഏറ്റവും വലിയ താങ്ങ്, അതല്ലേ പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ തണല്. പക്ഷെ പലപ്പോഴും മനുഷ്യൻ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും യാതനകളും ഒക്കെ വരുമ്പോൾ
ആ റഹ്മാനായ റബ്ബ് എന്നെ സംരക്ഷിക്കും, ആ പടച്ച റബ്ബിൻ്റെ കാവൽ എന്നിൽ വർഷിക്കുമെന്ന ചിന്ത എന്തോ കാരണത്താൽ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇസ്ലാമിക ചരിത്രങ്ങൾ മാത്രം പരിശോധിച്ചാൽ പ്രിയപ്പെട്ടവരെ, എത്ര വലിയ ഉദാഹരണങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക. എത്ര ഉദാത്തമായ ജീവിത ചരിത്രങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയുക. ഒരു ചരിത്രം മാത്രം എടുക്കുകയാണെങ്കിൽ മൂസാ നബി അലൈഹി ഇസ്ലാമയുടെയും ഹാറൂൻ നബി അലൈഹി ഇസ്ലാമയുടെയും ആ ചരിത്രം പരിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തു ത്വാഹയിലെ വചനങ്ങളിലൂടെ മനോഹരമായി പ്രിയപ്പെട്ടവരെ നാം പാരായണം ചെയ്ത, ഒരുപക്ഷെ അതിൻ്റെ അർത്ഥമടക്കം പഠിച്ച് അതിൻ്റെ വിശദീകരണമടക്കം പഠിച്ചവരാണല്ലോ നാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഫിറഔൻ എന്ന ക്രൂരനായിട്ടുള്ള ധിക്കാരിയായിട്ടുള്ള കൊല്ലാനും അതുപോലെ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു വ്യക്തിത്വത്തിൻ്റെ അടുത്തേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം അവർ ചൊല്ലുന്നത്. ഭയം അവർക്കുണ്ട്, മനുഷ്യരഹിതമായിട്ടുള്ള ഭയം അവർക്കുണ്ട്. അവർ പറയുകയും ചെയ്യുന്നുണ്ടല്ലോ റബ്ബിനോട്, ഖാല റബ്ബനാ ഇന്നനാ നഖാഫു ഖാല റബ്ബനാ ഇന്നനാ നഖാഫു അൻ യഫ്റുത അലൈനാ ഔ അൻ യത്ഗാ. എത്ര ചിന്തനീയമായിട്ടുള്ളൊരു വാചകമാണ് പ്രിയപ്പെട്ടവരെ. മൂസാ നബി അലൈഹി ഇസ്ലാമയും ഹാറൂൻ നബി അലൈഹി ഇസ്ലാമയും പറയുന്നുണ്ട്, പടച്ച റബ്ബേ, ആ ഫിറഔനെങ്ങാനും ഞങ്ങളെ പ്രയാസപ്പെടുത്തുമോ? ധിക്കാരിയായിട്ടുള്ള അതിക്രമം കാണിക്കുന്ന ഫിറഔനിൻ്റെ അടുത്തേക്ക് പോകാൻ അല്ലാ ഞങ്ങൾക്ക് ഭയമുണ്ടല്ല. ആ സമയത്ത് റഹ്മാനായ റബ്ബ് പറഞ്ഞ വാചകം എന്താ? ഖാല ലാ തഖാഫാ. ഹാറൂൻ നബി അലൈഹി ഇസ്ലാമയോടും മൂസാ നബി അലൈഹി ഇസ്ലാമയോടും റബ്ബ് പറയുന്ന വാചകം ഖാല ലാ തഖാഫാ, നിങ്ങൾ ഇരുപേരും ഭയപ്പെടേണ്ടതില്ല. ഇന്നനീ മഅകുമാ, ഞാൻ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്, ഞാൻ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. എന്നിട്ട് അല്ലാഹ് പറഞ്ഞ വാചകം എന്താ? അസ്മഉ വ അറാ, ഞാനെല്ലാം കാണുകയും ഞാനെല്ലാം കേൾക്കുകയും ചെയ്യുന്നുണ്ട്, നിങ്ങളൊരിക്കലും ഭയപ്പെടേണ്ടതില്ല കേട്ടോ. ഇത് പ്രിയപ്പെട്ടവരെ മൂസാ നബി അലൈഹി ഇസ്ലാമക്കും ഹാറൂൻ നബി അലൈഹി ഇസ്ലാമക്കും കിട്ടിയ വലിയൊരു ആശ്വാസമായിരുന്നു. ചരിത്രം പരിശോധിച്ചാൽ ആ രൂപത്തിലുള്ള സാഹചര്യങ്ങൾ തന്നെയല്ലേ നമുക്ക് ലഭിക്കുന്നത്. എന്തും ചെയ്യാൻ മടിയില്ലാത്തൊരു വ്യക്തിയുടെ അടുത്തേക്കാണ് പോകുന്നത്. റബ്ബ് ആശ്വാസം കൊടുക്കുക, പേടിക്കണ്ട കേട്ടോ, മുന്നോട്ട് പോയിക്കോ. മറ്റൊരായത്തിൽ നോക്കിയേ, മൂസാ നബി അലൈഹി ഇസ്ലാമയുടെ ചരിത്രം പറയുന്നിടത്ത് തന്നെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്ര വലിയ പ്രതിസന്ധികളല്ലേ നാം അനുഭവിച്ചിട്ടുണ്ടാവില്ല. നാം ഇന്ന് ഏതെങ്കിലും ഹോസ്പിറ്റലിലെ ബില്ല് കണ്ട് പ്രയാസപ്പെടുന്ന വേദന മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുണ്ടാവുകയുള്ളൂ. വീട് കയറ്റാനുള്ള പണമില്ലാത്തതിൻ്റെ പേരിൽ മാത്രമേ നാം പ്രയാസപ്പെട്ടിട്ടുണ്ടാവുകയുള്ളൂ. നമ്മുടെ മകളെ ഒന്ന് കെട്ടിച്ചയക്കാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ നമുക്കുണ്ടായിട്ടുള്ളൂ. എന്നാൽ ഈ ചരിത്രങ്ങളൊക്കെ തൻ്റെ ജീവൻ ഒരു നിമിഷം കൊണ്ട് ചുട്ടുകരിക്കാൻ ആ രൂപത്തിൽ സ്വഭാവമുള്ള ഫിറഔനിൻ്റെ മുന്നിലാണ് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ നടക്കുന്നത്. ഇത്തരത്തിലുള്ള ചരിത്രങ്ങൾ പ്രിയപ്പെട്ടവരെ നാം ഓർക്കേണ്ടത് ഖുർആനെ സൂറത്ത് ശുഅറയിലൂടെ ആ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഫലമ്മാ തറാ അൽ ജംആൻ, അതേ ആ ഇരുവിഭാഗവും കണ്ടുമുട്ടിയ സമയത്ത് ഖാല അസ്ഹാബ് മൂസാ ഇന്നാ ലമുദ്റകൂൻ. ഖാല അസ്ഹാബ് മൂസാ, മൂസാ നബി അലൈഹി ഇസ്ലാമയോടൊപ്പം ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ കൂട്ടാളികൾ പറഞ്ഞു, മൂസാ നബിയെ നമ്മളിപ്പോൾ പിടിക്കപ്പെടൂട്ടോ. കാരണം സന്നാഹം ഒപ്പുണ്ട്, എന്തിനും കഴിയുന്ന ഏത് രൂപത്തിലും ഇവരെ മൃഗീയമായി ഉപദ്രവിക്കാൻ കഴിയുന്ന ഒപ്പം സന്നാഹമുണ്ട്. ഇപ്പോഴാണ് മൂസാ നബി അലൈഹി ഇസ്ലാമയോടൊപ്പം ആ ചെങ്കടലിൻ്റെ തീരത്തെത്തിയ മൂസാ നബി അലൈഹി ഇസ്ലാമയുടെ അനുയായികൾ പറയുന്നത് ഇന്നാ ലമുദ്റകൂൻ, നമ്മളിപ്പോൾ പിടിക്കും. പ്രിയപ്പെട്ടവരെ, അവിടെ മൂസാ നബി അലൈഹി ഇസ്ലാമ പറയുന്നൊരു വാചകമുണ്ടല്ലോ, ഖാല, ആ മൂസാ നബി അലൈഹി ഇസ്ലാമ പറയുന്നുണ്ട്, കല്ലാ ഇന്ന മഇയ റബ്ബി സയഹ്ദീൻ. ഇല്ല, എൻ്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരും, എൻ്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരും. പ്രിയപ്പെട്ടവരെ, ചെങ്കടൽ പിളർന്നു എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ? ഇന്നും അതിൻ്റെതായിട്ടുള്ള ചരിത്രങ്ങൾ ഇന്നുള്ള വിശ്വാസികൾക്കും മനുഷ്യർക്കും പഠിക്കാനും കാണാനും റഹ്മാനായ റബ്ബ് ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം എന്നുള്ളത്. ചരിത്രങ്ങൾ എത്രയെന്നറിയോ പ്രിയപ്പെട്ടവരെ? അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇപ്പൊ ബദർ
റമദാൻ നോമ്പ് നിർബന്ധമാക്കിയിട്ട് 2ാമത്തെ വർഷമാണ് ബദർ നടക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാ ബദറിലേക്ക് പോകണം. ഒന്നുമില്ല കയ്യിൽ, കാവ് പിടിച്ച കടാരയും മൂർച്ചയില്ലാത്ത വാളും ഒട്ടിയ വയറുകളും ചാവാറായിട്ടുള്ള ഒട്ടകവും കുതിരയും ഒക്കെയാണ് പ്രവാചകനോടൊപ്പവും സഹാബത്തിനോടൊപ്പം ഉള്ളത്. ഒന്നുമില്ല. പക്ഷെ പടച്ച റബ്ബിൻ്റെ ആ തവക്കുലാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാണല്ലോ, ദീനിൻ്റെ സംരക്ഷണാർത്ഥമാണല്ലോ എന്ന് ഇറങ്ങിത്തിരിച്ചപ്പോ അള്ളാഹ് നൽകിയ സഹായം നോക്കിയേ. ഇത്തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. എത്ര സുന്ദരമായിട്ടാണ് ആയത്ത് റഹ്മാനായ റബ്ബ് പഠിപ്പിക്കുന്നത്. ഇത് തസ്തഗീസൂന റബ്ബക്കും, പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് സഹായം തേടിയിരുന്ന സന്ദർഭമുണ്ടല്ലോ, ഫസ്തജാബ ലക്കും, നിങ്ങൾക്ക് ആ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകി. എങ്ങനെയാണ് ഉത്തരം നൽകിയതെന്നറിയോ? അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. തുടരെയായി 1000 മലക്കുകൾ അയച്ച് ഞാൻ നിങ്ങളെ സഹായിക്കുമെന്ന് ഉറപ്പ് നൽകിയില്ലേ എന്ന് റഹ്മാനായ റബ്ബ് പ്രിയപ്പെട്ടവരെ പഠിപ്പിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, തലവെട്ടാൻ വേണ്ടി സ്വഹാബത്ത് വാളുകൾ ഉയർത്തുമ്പോഴേക്ക് എതിർശത്രുവിൻ്റെ തല ഛേദിക്കുന്ന അവസ്ഥയല്ലേ സ്വഹാബത്ത് കണ്ടത്? അതേ വിരലിലെണ്ണാവുന്ന സ്വഹാബത്ത് ആയിരക്കണക്കിന് മുശ്രിക്കീങ്ങളുമായി ഏറ്റുമുട്ടിയ സന്ദർഭം പടച്ച റബ്ബ് സഹായിക്കുമെന്ന ആ ഉറപ്പ് അവർക്കുണ്ടായത് കൊണ്ടാ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുകയും ചെയ്തു. ബദറിൻ്റെ തലേദിവസ രാത്രി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇന്നാള് ഇവിടെ വെച്ചിട്ട് കൊല്ലപ്പെടും എന്നുള്ളത്. പ്രിയപ്പെട്ട വിശ്വാസികളെ, എന്തുകൊണ്ടാണ് എൻ്റെ റബ്ബ് എന്നെ സഹായിക്കും? എന്ത് ജീവിതത്തിലെ പ്രതിസന്ധി ഉണ്ടായാലും പ്രയാസം ഉണ്ടായാലും എൻ്റെ റബ്ബിനെ സഹായിക്കുമെന്ന ബോധ്യം എന്തുകൊണ്ടുണ്ടായില്ല? ഞാനൊരു സുഹൃത്തിൻ്റെ അവൻ്റെ ഉമ്മയുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയൊരു ലഘുലേഖ പോലെ അവനൊരു എഴുത്തെഴുതി, വല്ലാത്ത മനോഹരമായി ഒറ്റയിരുപ്പിന് വായിച്ചു തീർക്കാൻ കഴിയുന്ന രൂപത്തിൽ. ഉമ്മക്ക് ശരീരത്തിനൊരു വേദന വന്ന സമയത്ത് RCC പോയി, അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി RCCയിൽ എത്തി. ക്യാൻസറിൻ്റെ 4th സ്റ്റേജാണെന്നറിഞ്ഞ് ഒരു നിശ്ചിത തീയതി കൊടുത്തു, കീമോ സ്റ്റാർട്ട് ചെയ്യണം, മറ്റൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച വല്ലാത്തൊരു രംഗം. ഇതൊരു കഥയല്ല പ്രിയപ്പെട്ടവരെ, ഇതൊരു കഥയല്ല. ഞങ്ങൾ റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച ഇബാദത്തുകളിൽ കാണിച്ച കണിശതയും ആ ദിവസങ്ങൾ എൻ്റെ റബ്ബിനോട് കരഞ്ഞ കണ്ണുനീരുണ്ടല്ലോ, അങ്ങനെ ആ ലേഖനം ഇങ്ങനെ പോയിട്ട് പിന്നീട് ആ കീമോയുടെ മുന്നേയുള്ള ഒരു പ്രീ ടെസ്റ്റിൽ ഒന്നും കാണാത്തൊരവസ്ഥ. വീണ്ടും 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 ടെസ്റ്റ് ചെയ്തു. കാരണം മെഡിക്കലി എന്തെങ്കിലും കാണാത്തതാണോ എന്നുള്ള മറ്റു ഹോസ്പിറ്റലുകളിൽ നിന്നടക്കം പ്രിയപ്പെട്ടവരെ ചെക്ക് ചെയ്തപ്പോൾ ആ ക്യാൻസറിൻ്റെ ഒരു അംശം പോലും ആ ശരീരത്തിലില്ല എന്നുള്ള. അതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ ഒരു ആശ്ചര്യമായിട്ടൊന്നും തോന്നണ്ട. പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെങ്കിൽ റബ്ബിൽ തവക്കുൽ ചെയ്താൽ പടച്ച റബ്ബ് സഹായിക്കുമെന്നുള്ളതിൻ്റെ ഉദാത്തമായ ഉത്തരങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഇവയെല്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇനി നമുക്കൊരു ചിന്ത, എങ്ങനെയാണ് എൻ്റെ റബ്ബിൻ്റെ സഹായം നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ് അല്ലേ? എങ്ങനെയാണ് എൻ്റെ റബ്ബിൻ്റെ സഹായം എനിക്ക് ലഭിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. മഹാനായ സ്വഹാബി വര്യൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ പറഞ്ഞു കൊടുക്കുന്ന ചില വാചകങ്ങൾ. യാ ഗുലാം, ഏ പൊന്നുമകനെ, ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, ചില കാര്യങ്ങൾ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെയോ? ഏത് കാര്യങ്ങളാണെന്നറിയോ? യഹ്ഫദില്ലാഹ യഹ്ഫദുക. ആ കാര്യങ്ങൾ നീ പഠിക്കണം. എന്നിട്ട് എന്തു പറയും? യഹ്ഫദില്ല, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം കേട്ടോ, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അങ്ങനെ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ യഹ്ഫദുക, റഹ്മാനായ റബ്ബ് നിന്നെ സംരക്ഷിക്കുന്നതാണ്. യഹ്ഫദില്ലാഹ തജിദുഹു തുജാക,
റബ്ബിൻ്റെ എല്ലാവിധ സഹായവും റബ്ബിൻ്റെ എല്ലാവിധ വാഗ്ദാനവും നിന്നിൽ വർഷിക്കുന്നതാണ്. ഇദാ സഅൽത ഫസ്അലില്ലാ, നീ ചോദിക്കുകയാണെങ്കിൽ നിന്റെ റബ്ബിനോട് മാത്രമേ ചോദിക്കാൻ പാടുകയുള്ളൂ, ഏതെങ്കിലും സൃഷ്ടികളോടല്ല, ഏതെങ്കിലും പടപ്പുകളോടല്ല. പ്രിയപ്പെട്ടവരെ, ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ബദരീങ്ങളുണ്ടല്ലോ, ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഉഹദിൽ പങ്കെടുത്ത ശുഹദാക്കളുണ്ടല്ലോ, ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സഹവസിച്ച സഹാബത്തുണ്ടല്ലോ, അവരോടാണ് ഇന്ന് തേട്ടം, അവരോടാണ് പ്രാർത്ഥനകൾ, അവരോടാണ് വേവലാതിയും ആവലാതിയും സങ്കടവും പറയുന്നത്. എത്ര മോശമായിട്ടുള്ള കാര്യമാ പ്രിയപ്പെട്ടവരെ, എത്ര മോശമായിട്ടുള്ള കാര്യം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സഅൽത ഫസ്അലില്ലാ, ചോദിക്കണേ അള്ളാഹിനോട് ചോദിക്കി. വൈദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, അല്ലേ? സഹായം തേടുകയാണെങ്കിൽ പടച്ചവനോട് മാത്രം സഹായം തേടി. അങ്ങനെ സഹായം തേടിയാൽ കിട്ടാവുന്ന ഗുണത്തെയല്ലേ പ്രിയപ്പെട്ടവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അല്ലാഹു നിന്നെ സംരക്ഷിക്കും, പടച്ച റബ്ബിൻ്റെ സഹായം നിന്നിൽ വർഷിക്കും. മക്കളില്ലാതെ 10 വർഷം കാത്തു നിന്നാൽ പിന്നീട് പോകുന്നത് മക്ബറകളിലേക്കാണ്, ജാറങ്ങളിലേക്കാണ്, ആൾ ദൈവങ്ങളിലേക്കാണ്. എത്ര നീചമായിട്ടുള്ള കാര്യമാ, എത്ര നീചമായിട്ടുള്ള കാര്യമാണ് പ്രിയപ്പെട്ടവരെ. ഇന്നെന്നെ പാട്ട് പാടിയാൽ, ഇന്നെന്നെ ബെയ്ത്തു പാടിയാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർത്താൽ അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. രണ്ടാമത്തെ തവക്കുല, നമുക്കില്ലാത്തൊരു വിഷയമാണത്, തവക്കുല് എന്നുള്ളത്. റബ്ബിലാണ് ഭരമേൽപ്പിക്കുക എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതാണ് ബദർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, അതാണ് ഹിജ്റയുടെ പാഠങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സൗർ ഗുഹയിലെ ശത്രുക്കളുടെ ആ സംരക്ഷണത്തിന് വേണ്ടി സൗർ ഗുഹയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒളിച്ചിരിക്കുന്നുണ്ടല്ലോ. ആ ഒളിച്ചിരിക്കുന്ന സന്ദർഭത്തെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. എത്ര മനോഹരമായിട്ടാണ് ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നത് എന്നറിയോ? ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ഇരുപേരും ഗുഹയിലായ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ, അന്ന അഹദഹും നളറ തഹ്ത ഖദമൈഹി ലഅബ്സർനാ. റസൂലേ, അവരെങ്ങാനും താഴോട്ട് നോക്കിയാൽ നമ്മുടെ കാലുകൾ കാണില്ലേ റസൂലേ? ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ എന്താ? മലന്നുക യാ അബൂബക്കർ, അബൂബക്കറെ നീ എന്താ ഉദ്ദേശിക്കുന്നത്? അബൂബക്കറെ നീ എന്താണ് ചിന്തിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒപ്പം മൂന്നാമനായിട്ടില്ലേ? ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയൊരു വാഗ്ദാനാണ്. അത് ഖുർആൻ പ്രിയപ്പെട്ടവരെ എടുത്തു പറയാണ്. ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാണാൻ കഴിയാത്ത സൈന്യത്തെ കൊണ്ട് സംരക്ഷിച്ചു എന്നല്ലേ? കണ്ടോ പ്രിയപ്പെട്ടവരെ? ആ ചരിത്രങ്ങൾ പറഞ്ഞാൽ നീണ്ടുപോകില്ലേ? ആ ഗുഹയിലൂടെ ഒരാൾ പോലും ഈ അടുത്തൊന്നും പ്രവേശിച്ചിട്ടില്ല എന്ന് തോന്നിപ്പിക്കുമാർ റഹ്മാനായ റബ്ബ് അവരെ സംരക്ഷിച്ചില്ലേ? ഒന്നാലോചിച്ച് നോക്കിയേ, സുറാഖയുടെ ചരിത്രം ഹിജ്റയുടെ വേളയിൽ. ഇപ്പൊ റബ്ബിനെ തവക്കുല് ചെയ്താൽ റഹ്മാനായ റബ്ബ് നമ്മെ സഹായിക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവും ഇല്ല. മഹാനായ പണ്ഡിതൻ ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നൊരു വാചകമുണ്ട്, മയത്തഖില്ല. ആരാണ് പടച്ച ആരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്നത്? പടച്ച റബ്ബിനെ ആരാണ് സൂക്ഷിക്കുന്നത്? വമൻ യകുനില്ലാഹു മഅഹു ഫമഅഹുൽ ഫിഅത്തുൽ ലതീ ലാ തുഗ്ലബ്. റഹ്മാനായ റബ്ബിനെ ആരെങ്കിലും സൂക്ഷിച്ചാൽ, റബ്ബിനെ തവക്കുല് ചെയ്തു, പിന്നെ റഹ്മാനായ റബ്ബിനെ ആരെങ്കിലും സൂക്ഷിച്ചാൽ, തഖ്വയോടുകൂടി ജീവിച്ചാൽ, അവന് ഒരിക്കലും കീഴടക്കാൻ കഴിയാത്തൊരു സൈന്യത്തിൻ്റെ സംരക്ഷണം റഹ്മാനായ റബ്ബ് കൊടുക്കുന്നു. അവൻ ആരുടെയും മുന്നിൽ തലകുനിക്കേണ്ടി വരൂല, അവന് ബുദ്ധിമുട്ടേണ്ട സാഹചര്യം വരൂല. വൽഹാരിസുല്ലദീ ലാ യനാമു, ഉറങ്ങാത്തൊരു സൈനിക ഭടന്റെ സംരക്ഷണം റഹ്മാനായ റബ്ബ് അവന് കൊടുക്കുന്നതാണ്. വൽഹാദില്ലദീ ലാ യളില്ലു, ഒരിക്കലും വഴിപിഴക്കാത്ത ഒരു വഴികാട്ടിയുടെ സംരക്ഷണം റഹ്മാനായ റബ്ബ് കൊടുക്കുന്നതാണ്. ഇത് എന്താ അതിൻ്റെ ഉദ്ദേശം? പടച്ചോ അങ്ങനെ സഹായിക്കുന്നു, അവൻ എവിടെയും കുടുങ്ങൂല.
അവൻ്റെ എല്ലാവിധ കാര്യവും റഹ്മാനായ റബ്ബാണ് ഏറ്റെടുക്കുമെന്ന് പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആനും ആ വിഷയം തന്നെയല്ലേ പഠിപ്പിക്കുന്നത്. ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച റബ്ബിനെ സൂക്ഷിക്കുന്നവരോടൊപ്പം ഉണ്ടാകും. മറ്റൊരായത്ത് നോക്കി നിങ്ങൾ, വമയ്യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ. ആര് റഹ്മാനായ റബ്ബിനെ സൂക്ഷിക്കുന്നുവോ അവൻ്റെ കാര്യം റഹ്മാനായ റബ്ബ് എളുപ്പമാക്കി കൊടുക്കും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ജീവിതത്തിലെ അല്ലേ ഒന്നിനു പിറകെ ഒന്നായി പ്രതിസന്ധികളും പ്രയാസങ്ങളും അല്ലേ ഒന്നിനും കഴിയാത്തൊരു സാഹചര്യമുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സ്ഖലിതങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്നൊരു ചിന്ത വേണം. സഹാബത്തിന് എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ അവർ ചിന്തിക്കുന്ന, ഞാൻ എന്തെങ്കിലും എൻ്റെ റബ്ബിന് ഇഷ്ടമല്ലാത്ത ചെയ്തിട്ടുണ്ടോ? അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ അവരത് പരീക്ഷണമായി കാണും. അപ്പം നമ്മളൊന്ന് ചിന്തിക്കുക. ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞല്ലോ, അന്ന ദുനൂബൽ ഖലവാത് ഹിയ അസ്ലുൽ ഇൻതികാസാത്ത്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ചെയ്യുന്ന പാപങ്ങൾ അവൻ്റെ ദുന്യവിയായ പരാജയത്തിന് തന്നെ കാരണമാവുന്നു. അപ്പം പാപങ്ങൾ റഹ്മാനായ റബ്ബിനെ സൂക്ഷിക്കാത്ത അവസ്ഥകൾ, എവിടെയും ക്ലച്ച് പിടിക്കാത്തൊരവസ്ഥ ഉണ്ടാവുമല്ലോ. അപ്പം നമ്മളൊന്ന് ചിന്തിക്കുക, എൻ്റെ റബ്ബിനെ സൂക്ഷിച്ചിട്ട് തന്നെയാണോ എൻ്റെ ജീവിതം? അങ്ങനെ സൂക്ഷിച്ച് ജീവിച്ചാൽ പ്രിയപ്പെട്ടവരെ, ഇന്നല്ലാഹ മഅല്ലദീന തഖൗ, പടച്ച റബ്ബ് ഉണ്ടാവുമെന്നുള്ളത് റഹ്മാനായ റബ്ബ് നൽകുന്ന ഒരു വാഗ്ദാനമാണ്. പിന്നീട് ജീവിതത്തിൽ എന്ത് സങ്കടങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ എൻ്റെ റബ്ബ് കൂട്ടായിട്ടുണ്ടാകുമെന്ന ഒരു ദൃഢബോധവും ചിന്തയും നമുക്ക് വേണം. നമ്മൾ ആദ്യമേ ഒരു സങ്കടം വരുമ്പോൾ ഏതെങ്കിലും ആളുകളോട് ഈ ആശയവും സങ്കടവും ഒക്കെ പറഞ്ഞ് അതിനെന്താണ് പരിഹാരം കിട്ടുക, അവിടെ കിട്ടിയിട്ടില്ല മറ്റൊരു ഹോസ്പിറ്റലിൽ, മറ്റൊരു ഡോക്ടറുടെ അടുത്ത്, മറ്റൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത്, മറ്റൊരു മനഃശാസ്ത്ര വിദഗ്ധൻ്റെ അടുത്തേക്ക് തേടി തേടി അലയലുകളാണ്. അതിൻ്റെ അപ്പുറത്ത് എൻ്റെ റബ്ബിനോട് ഞാൻ ഈ വിഷയം ഒന്ന് പറഞ്ഞു നോക്കട്ടെ എന്ന് എത്ര ആളുകൾ ചിന്തിക്കലുണ്ട്? എത്ര ആളുകൾ ചിന്തിക്കലുണ്ട്? എൻ്റെ റബ്ബിനോട് ഞാൻ ഈ വിഷയം ഒന്ന് പറഞ്ഞു നോക്കട്ടെ. എത്ര കേട്ടാലും മതി വരാത്ത റബ്ബ്, എത്ര കേട്ടാലും മതി വരാത്ത റബ്ബ്, എത്ര നമ്മെ സംരക്ഷിച്ചാലും മതി വരാത്ത റബ്ബ്, മടുപ്പ് വരാത്ത റബ്ബ് നമ്മൾ പറഞ്ഞു നോക്കിയിട്ടുണ്ടോ? ജീവിതത്തിൽ എത്ര വലിയ പ്രയാസങ്ങളെയും പറയാൻ ആ പ്രവാചകന്മാർ കാണിച്ച ആ ഒരു മാതൃക ഉണ്ടല്ലോ. ഇപ്പോൾ യൂനുസ് നബി അലൈഹി ഇസ്ലാമയുടെ ചരിത്രം, യൂനുസ് നബി അലൈഹി ഇസ്ലാമ കുപിതനായിക്കൊണ്ട് ആ ഒരു കടലിലേക്ക് പോയ സന്ദർഭത്തെ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, വദന്നൂൻ ഇദ് ദഹബ മുഗാദിബൻ ഫളന്ന അൻ ലൻ ഖദിറ അലൈഹി ഫനാദാ ഫിദ്ദുലുമാത്. ആ കൂരിട്ടിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് യൂനുസ് നബി അലൈഹി ഇസ്ലാം തേടുന്നത്, അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, നീയല്ലാതെ ആരാധ്യനില്ല കേട്ടോ. പടച്ചോനെ ഞാൻ അതിക്രമം പ്രവർത്തിച്ചവരിൽ അകപ്പെട്ടു പോയി, റബ്ബേ എന്നെ സംരക്ഷിക്കണേ. പ്രിയപ്പെട്ടവരെ, രക്ഷപ്പെടുമെന്ന് എന്തുറപ്പുള്ള സ്ഥലത്ത് നിന്നാ യൂനുസ് നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചത്. പണ്ഡിതന്മാരെ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് കാണാൻ കഴിയും. മനുഷ്യന്മാർക്ക്, ആദം സന്തതികൾക്ക് ഇത്തരത്തിൽ ജീവിതത്തിൽ കഴിയാത്ത അത്രയും പ്രയാസമുള്ള സന്ദർഭങ്ങളുണ്ടോ? ഈ ഒരു ഓർമ്മയോട് കൂടി അല്ലേ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന പ്രാർത്ഥന അവർ പ്രാർത്ഥിക്കട്ടെ. അവർക്ക് പടച്ച റബ്ബിൻ്റെ സംരക്ഷണം ലഭിക്കുമെന്നുള്ളത് പ്രിയപ്പെട്ടവരെ ഹദീസുകളിലൂടെയും മറ്റു ചരിത്രങ്ങളിലൂടെയും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ ഒരു ചിന്ത നമുക്കുണ്ടാവണം. ഞാൻ എവിടുന്ന് എങ്ങനെ ഏത് രൂപത്തിൽ പ്രാർത്ഥിച്ചാലും എൻ്റെ റബ്ബ് എന്നെ സഹായിക്കും. പക്ഷേ ഇപ്പോഴൊക്കെ KKPP ആണ് കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി എന്നുള്ള പ്രാർത്ഥന, അതല്ല നമുക്ക് വേണ്ടത് അല്ലേ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഉദ്ഉല്ലാഹ വ അൻതും മൂഖിനൂന ബിൽ ഇജാബ. എൻ്റെ റബ്ബ് എന്തായാലും ഉത്തരം തരുമെന്ന ഉറപ്പോടുകൂടി പ്രാർത്ഥിക്കണമെന്ന്. കിട്ടിയാൽ കിട്ടട്ടെ എന്നല്ല. എൻ്റെ റബ്ബ് എനിക്ക് എന്തായാലും ഉത്തരം തരും. എനിക്ക് സ്വർഗം വേണോ, ഞാൻ എൻ്റെ റബ്ബിനോട് ചോദിച്ചാൽ തരും. എൻ്റെ രോഗം മാറണോ, എൻ്റെ റബ്ബിനോട് ചോദിച്ചാൽ എനിക്ക് ഉത്തരം തരും. എനിക്ക് മക്കളില്ലേ, എൻ്റെ റബ്ബിനോട് ചോദിച്ചാൽ എനിക്ക് ഉത്തരം കിട്ടും. എൻ്റെ വീട് പണി ചെയ്യാൻ, അത് കയറാൻ എനിക്ക് പ്രയാസമുണ്ടോ, എൻ്റെ റബ്ബിനോട് ചോദിച്ചാൽ എനിക്ക് സമാധാനം കിട്ടും. എൻ്റെ കുടുംബ ജീവിതത്തിൽ പ്രശ്നമുണ്ടോ, എൻ്റെ റബ്ബിനോട് ചോദിച്ചാൽ അതിന് എനിക്ക് എൻ്റെ റബ്ബ് പരിഹാരം കാണിച്ചു തരും എന്നൊരു ചിന്തയോടുകൂടി പ്രിയപ്പെട്ടവരെയും നമ്മൾ പ്രാർത്ഥിക്കണം. മറ്റൊന്ന്, ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവുക എന്നുള്ളതാണ്. പ്രഭാത പ്രാർത്ഥനകൾ, പ്രദോഷ പ്രാർത്ഥനകൾ, ഇത് നാം കൈവെടിയാൻ പാടില്ല. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വസമീഉൽ അലീം 3 തവണ ചൊല്ലിയാൽ ലം തുസിബുഹു, അവനെ ഒന്നും ബാധിക്കൂല.
അവനെ ഒന്നും ബാധിക്കില്ല. ഒരു ബലാവും ഒരു പരീക്ഷണവും പെട്ടെന്നുള്ള കാര്യങ്ങളൊന്നും അവനെ ബാധിക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിരുമ്പോൾ അങ്ങനെ എത്രയെത്ര പ്രാർത്ഥനകളുണ്ട് എന്നറിയോ. അപ്പോൾ ആ ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ സദാ ഉണ്ടാകണം. അതിനു വേണ്ടി നമ്മൾ എത്ര തിരക്കിടയിൽ എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആ രാവിലെയുള്ള പ്രാർത്ഥനകൾ, വൈകുന്നേരത്തെ പ്രാർത്ഥനകൾ, പ്രിയപ്പെട്ടവരെ, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസു അസ്ലിഹ് ലി ശൈഇനി കുല്ല വലാ തകിൽനി ഇലാ നഫ്സി തർഫതൈൻ. പടച്ചോനെ, ഈ കണ്ണിമ വെട്ടുന്ന നേരം പോലും എൻ്റെ കാര്യം എന്നിൽ ഏൽപ്പിക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരു ദിവസത്തിലേക്ക് കടക്കുന്നത്. ആ റബ്ബ് നമ്മെ സംരക്ഷിക്കൂലേ? ആ പടച്ച റബ്ബ് നമ്മെ സംരക്ഷിക്കൂലേ? ഒരാൾ സുബഹി ജമാഅത്തിന് വന്നാൽ ഫൗഫി ദിമ്മത്തില്ല, അവൻ അള്ളാൻ്റെ സംരക്ഷണത്തിലാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര റിലേറ്റഡ് ആണ് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്. അപ്പം നമ്മൾ സങ്കടപ്പെട്ട് വേദനിച്ച് ഡിപ്രഷനായി ആൻസൈറ്റി ആയിട്ട് പ്രയാസപ്പെടാതെ നമ്മൾ നമ്മുടെ റബ്ബിനോട് ഏത് കാര്യം പറഞ്ഞാലും നടക്കുമെന്നൊരു ഉറച്ച വിശ്വാസത്തോടു കൂടി റബ്ബിനെ സൂക്ഷിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിക്കാൻ നാം ഏറെ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിലും കേട്ടതിലും ഒക്കെ ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഉസികും ഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും പാലിച്ച് ജീവിതം ധന്യമാക്കണമേ എന്ന് സ്വന്തം മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീക്ക് നൽകുന്ന അടിമകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നാം പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഞാൻ കുറേ പ്രാർത്ഥിക്കുന്നു, എനിക്കെൻ്റെ റബ്ബ് ഉത്തരമൊന്നും തരുന്നില്ല. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്, പടച്ച റബ്ബിനോട് ഒരു കരയുന്ന കുട്ടിയുണ്ടല്ലോ, ആ കുട്ടി എത്രത്തോളം അവൻ്റെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് കരയും. ആ കാര്യം നിറവേറ്റിയാൽ മാത്രമേ അവൻ്റെ കരച്ചിൽ നിൽക്കുള്ളൂ അല്ലേ? അതുപോലെ പടച്ചവനോട് പ്രാർത്ഥിക്കണം എന്നാണ്. നമ്മളെപ്പോഴെങ്കിലും എന്തെങ്കിലും പ്രാർത്ഥിക്കുക എന്നുള്ളത്, റബ്ബിനോട് അങ്ങനെ പ്രാർത്ഥിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകണം. റബ്ബ് സുബ്ഹാനഹു വ തആല 3 രൂപത്തിലാണ് ഒരാളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുക. ഒന്ന്, നാം ചോദിച്ച കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്പം തന്നെ നിറവേറ്റി തരും. രണ്ടാമത്, പടച്ച റബ്ബ് അത് നാളെ പരലോകത്തേക്ക് മാറ്റിവെക്കും അല്ലേ? ആരുടെയും സഹായമില്ലാത്ത, നഫ്സി നഫ്സി നഫ്സിയാ, താങ്ങാവാനോ തണലാവാനോ ആരുമില്ലാത്ത പരലോകത്തേക്ക് പടച്ച റബ്ബ് മാറ്റിവെക്കും. ഇപ്പോൾ പ്രാർത്ഥിച്ചതിൻ്റെ റിസൾട്ട് അവിടെയും കിട്ടുക അല്ല. റബ്ബ് ഉത്തരം തരാതിരിക്കുകയല്ല ചെയ്യുന്നത്. മറ്റൊന്ന്, നമുക്ക് വരാൻ പോകുന്ന വലിയ വലിയ പ്രതിസന്ധികളെ റഹ്മാനായ റബ്ബി പ്രാർത്ഥന കൊണ്ടാണ് തടയും. ഇപ്പം നമുക്ക് നോയി അല്ലേ, ഞാനങ്ങോട്ട് ആ ചവിട്ടിയിട്ടില്ലെങ്കിൽ ഇടിച്ച് തെറിച്ചിരുന്നു എന്ന് പറയാൻ പറ്റുന്ന എത്ര യാത്രകളുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് അല്ലേ? എത്ര യാത്രകൾ നമുക്കുണ്ടായിട്ടുണ്ട്. ഇടിക്കേണ്ടതായിരുന്നു, വീഴേണ്ടതായിരുന്നു, മരം മുകളിലേക്ക് വീഴേണ്ടതായിരുന്നു, ഇങ്ങനെ ആവേണ്ടതായിരുന്നു. ഇതൊക്കെ നമ്മൾ ചിന്തിക്കുക. എൻ്റെ റബ്ബിനോട് ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ അതൊരു ഫലം തന്നെയാണ് എന്ന് ചിന്തിക്കേണ്ടവൻ തന്നെയാണ് വിശ്വാസി. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കും. എന്തുകൊണ്ട് നിരാശ നമുക്ക് പാടില്ല അല്ലേ? പ്രായമെത്തിയ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമ നിരാശപ്പെട്ടിട്ടില്ല, സക്കരിയ നബി അലൈഹി ഇസ്ലാമ നിരാശപ്പെട്ടിട്ടില്ല, മുൻഗാമികളായിട്ടുള്ള ആരും പ്രിയപ്പെട്ടവരെ നിരാശപ്പെട്ടിട്ടില്ല. ആ നിരാശയില്ലാതെ പടച്ച റബ്ബിലിങ്ങിട്ട് തവക്കുലാക്കിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ട് നാം റബ്ബിനോട് എന്ത് ചോദിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നുള്ളത് നമ്മെ പഠിപ്പിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത്തരത്തിൽ തന്നെയാകണം നമ്മുടെ ചിന്തയും നമ്മുടെ വിശ്വാസവും. റഹ്മാനായ റബ്ബ് പറഞ്ഞതിലും കേട്ടതിലും ഒക്കെ ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന കുറേ ആളുകൾ നാഥ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ശിഫ പ്രദാനം ചെയ്യണേ അല്ലാഹുവേ, ജീവിതത്തിൽ തിന്മകൾ ചെയ്യാതെ നന്മകൾ മാത്രം ചെയ്യാനുള്ള തൗഫീക്ക് നാഥ ഞങ്ങൾക്ക് ഏവർക്കും പ്രദാനം ചെയ്യണേ അല്ലാഹുവേ, നിന്നെ സൂക്ഷിച്ച് ജീവിക്കാനുള്ള തൗഫീക്ക് റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് ഏവർക്കും പ്രദാനം ചെയ്യണേ അല്ലാഹുവേ, നിനക്ക് വേണ്ടി ഇബാദത്തുകൾ ചെയ്യാനുള്ള തൗഫീക്ക് റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉമ്മമാർ, ഉപ്പമാർ, സഹോദരങ്ങൾ അല്ലാഹുവേ ഖബറിടം വിശാലമാക്കണേ അവരെയും ഞങ്ങളെയുമൊക്കെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ
അല്ലാഹുവെ മരണം വരെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിക്കാനും അത് പറയാനും അത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനുമുള്ള തൗഫീക്ക് നാഥ ഞങ്ങൾക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവെ മുസ്ലിമായി മരിപ്പിക്കണേ മുഅ്മിനായി മരിപ്പിക്കണേ മുഖ്ലിസായി മുഹ്സിനായി മരിപ്പിക്കണേ അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوة ويا قاضي الحاجات اللهم أعتقنا من النار اللهم أدخلنا الجنة يا رب العالمين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين